ഇപ്പോൾ CPM സഹയാത്രികനായ ശ്രീ റെജി ലൂക്കോസ് ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ റെജി ലൂക്കോസ്, ഇതിൽ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് ഇനി കേന്ദ്രത്തിൽ നിന്ന് SSK ഫണ്ട് കിട്ടിയില്ല എങ്കിൽ അതിൽ എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, അതിന്റെ ഉത്തരവാദിത്വം എനിക്കല്ല എന്നാണ്. അതിലും ചില മെറിറ്റ് ഉണ്ടല്ലോ. 92 കോടി രൂപ കഴിഞ്ഞ ദിവസം അനുവദിച്ചു എന്നത് ശരി തന്നെയാണ്. PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ സംസ്ഥാന സർക്കാർ പോകുന്നു എന്നുള്ള തീരുമാനം വന്നതിന് ശേഷവും. പക്ഷേ ഇപ്പോഴും വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ SSK ഫണ്ട് കിട്ടാൻ പോകുന്നില്ല എന്ന് തന്നെയാണ്. അതിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കില്ല, അപ്പോൾ ഏറ്റെടുക്കേണ്ടത് CPI ആണ് എന്ന് തന്നെയാണല്ലോ അദ്ദേഹം പറയുന്നത്. തീർച്ചയായിട്ടും അല്ലെ, യാതൊരു സംശയമില്ല. കാരണം വെച്ചാല് മഞ്ജുഷ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, PM ഉഷ എന്ന് പറഞ്ഞൊരു പദ്ധതി, സെയിം കാറ്റഗറിയിലുള്ള ഒരു പദ്ധതി, ആ പദ്ധതി ഒപ്പിടുകയും അതിന്റെ ഗുണങ്ങൾ അനുഭവിക്കുകയും ചെയ്ത പാർട്ടികളിൽ ഒന്ന് കൃഷി വകുപ്പിന്റെ ആണ്. അത് നമുക്ക് തന്നെ അറിയാം. ഈ കാർഷിക സർവകലാശാലയിലൊക്കെ അതിന്റെ ഫലമായിട്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഈ PM ശ്രീ പദ്ധതിക്ക് മാത്രം ഒപ്പിടുന്നതിൽ CPI ഇത്ര കർശനമായ നിലപാടെടുത്തുള്ളൊരു ചോദ്യം തന്നെയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ PM ഉഷ പദ്ധതിയിൽ നിന്ന് ഒരു ഒപ്പിടാതെ പിന്മാറണമായിരുന്നു, അല്ലെ അതിനെ എതിർക്കണമായിരുന്നു. അത് എതിർക്കാതിരുന്നപ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല ലഭിക്കേണ്ട ഫണ്ടുകളും കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നത് നേടിയെടുക്കുന്നതിന് കേരള സർക്കാർ, അതായത് ഇപ്പം CPI ആരോപിക്കുന്നത് BJPയുടെ അല്ലെങ്കിൽ RSSന്റെ അജണ്ട അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണെന്നുള്ളതാണ്. അതില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ബോധ്യപ്പെടുകയും, രണ്ടാമത് ബഹുമാനപ്പെട്ട കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി, ക്യാബിനറ്റ് മന്ത്രി ഹർഷവർദ്ധൻ അതിനെക്കുറിച്ച് പരസ്യമായിട്ട് പ്രതികരിച്ചത് ഈ പറയുന്ന സിലബസ് ഓരോ സംസ്ഥാനത്തിന്റെ ഡിസ്കഷനാണ്, ഓരോ സംസ്ഥാന ഗവൺമെന്റാണ് തീരുമാനിക്കുന്നതെന്ന്, അതാണ് അതിന്റെ നിയമം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്തിനാണ് ഈ പറയുന്ന CPI ഈ രീതിയിലുള്ള നിലപാടെടുത്തത്? വിദ്യാഭ്യാസ മേഖലയിൽ വരുന്ന അപ്ഡേഷൻസ് ലോകത്തിന് മുമ്പിലേക്ക് കുതിച്ച് വീഴാനായിട്ട് ശ്രമിക്കുന്ന നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്ക് കിട്ടുന്ന അവസരങ്ങൾ, അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള അവസരത്തിന് തീർച്ചയായിട്ടും ഫണ്ട് വേണം. ആ ഫണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു ആശയം അടിച്ചേൽപ്പിക്കാനായിട്ട് സർക്കാർ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒപ്പിട്ടതിനെ ഇവരെതിർക്കുന്നതിന്റെ കാര്യം എന്തെന്നുള്ളൊരു ദുരൂഹമാണ്. അത് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഒരുപക്ഷെ തങ്ങൾ വ്യത്യസ്തരായിട്ടുള്ള ഇടതുപക്ഷക്കാരോ ആശയഗതിക്കാരാണെന്നുള്ള ചിന്ത ചിലപ്പോൾ ഒരുപക്ഷെ അവർ ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കാനായിട്ടോ അല്ലെ ആ രീതിയിലുള്ള ഒരു പ്രൊപ്പഗാൻഡ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമായിരിക്കാം. എന്തായാലും CPIയുടെ ഭാഗത്തു നിന്നുണ്ടായതൊരു അപക്വമായ നിലപാടാണ്. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേരിട്ട് കണ്ട് CPI മന്ത്രിമാർ അതിനെക്കുറിച്ച് പരാതി പറഞ്ഞു. ആ പരാതി പറഞ്ഞതിന്റെ ഭാഗമായിട്ട് ഇടതുപക്ഷത്തിന്റെ കെട്ടുറപ്പ്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന്റെ വക്കിൽ നിൽക്കുമ്പോൾ അതിനൊരു ഒരു ഭിന്നത ഉണ്ടാകണ്ട എന്നുള്ള നിലപാടിലാണ് കത്ത് അയച്ചിരിക്കുന്നത്. അതായത് മനസ്സില്ലാ മനസ്സോടെയാണ് PM ശ്രീയിൽ നിന്ന് പിന്മാറുന്നത്. ഇക്കാര്യം ഉറപ്പാണല്ലോ, അത് പരസ്യമായി തന്നെ പറയുകയും ചെയ്തിരിക്കുന്നു അല്ലേ? മനസ്സില്ലാ മനസ്സോടെ എന്ന് പറയാനുള്ള വാക്ക് ഉപയോഗിക്കേണ്ട കാര്യമില്ല. കേരളത്തിനെ സംബന്ധിച്ചോളം കിട്ടേണ്ട വിഹിതം കിട്ടുന്ന അനിവാര്യമാണ്. പിന്മാറ്റം മനസ്സില്ലാ മനസ്സോടെയാണ്. ഈ CPIയുടെ ഈ സമ്മർദ്ദം ഉണ്ടായത് കൊണ്ട് മാത്രമാണ് പിന്മാറ്റം. അല്ല, ഒരു മുന്നണിയിൽ തീർച്ചയായിട്ടും അത് ഇടതായാലും വലതായാലും ഏത് മുന്നണിയിലും ഘടകകക്ഷികൾ പറയുന്ന സമ്മർദ്ദങ്ങൾക്ക് ഒരു പരിധിവരെ അത് അതിന്റെ കെട്ടുറപ്പിന് വേണ്ടിയിട്ട് സമ്മതിച്ചു കൊടുക്കേണ്ടി വരും. ഞാനോ വ്യക്തിപരമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കത്തയച്ച് പിൻവലിച്ചതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം വിദ്യാഭ്യാസ മേഖലയിൽ വരുന്ന സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടുന്നത് മറ്റൊരു ആശയം അടിച്ചേൽപ്പിക്കാതെ കണ്ട് ഗവൺമെന്റ് അതിന് ഉറപ്പ് വന്ന സ്ഥിതിക്ക് അതിനു മുമ്പുള്ള PM ഉഷ എന്ന് പറഞ്ഞ പദ്ധതിയുടെ ഗുണഭോക്താക്കളായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇതിനെ എതിർക്കുന്നതിനുള്ള വിരോധാഭാസമാണ് ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ മഞ്ജുഷയെ പങ്കുവച്ചത്. അതുകൊണ്ട് V ശിവൻകുട്ടിയുടെ ആശങ്ക അദ്ദേഹത്തിന് ഉത്തരവാദിത്വമില്ലെന്ന് അദ്ദേഹം പറഞ്ഞതിനോട് ഞാൻ യോജിച്ചു നിൽക്കുന്നതിനാണ്. അതുകൊണ്ട് മനസ്സില്ലാ മനസ്സോടെയാണ് എന്ന് നിങ്ങൾ വ്യാഖ്യാനിക്കുകയാണെന്നുണ്ട് ഒരർത്ഥത്തിൽ അതും അങ്ങനെ തന്നെയാണെന്ന് പറയുന്നതിന് എനിക്ക് മടിയുന്നുണ്ട്. കാരണം നമ്മൾ വാശി പിടിച്ച് നമ്മുടെ വരുന്ന തലമുറയ്ക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ആശയപരമായ അടിയുറവ് വെക്കാതെ കൊണ്ട് തന്നെ നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുന്നതിനെ വെറുതെ എതിർക്കുക എന്ന് പറയുന്നത്. പക്ഷേ അതേസമയം തന്നെ ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയതിനു ശേഷം CPMന്റെ വിലയിരുത്തൽ എന്ന് പറയുന്നത് എന്താണ്? ജാഗ്രതക്കുറവ് ഉണ്ടായി എന്നാണല്ലോ. അതായത് നിലപാടിൽ നിന്ന് മാറി എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കിയത് ശരിയായില്ല. അതായത് സംഘപരിവാർ ആശയം അടിച്ചേൽപ്പിക്കുവാനുള്ള ശ്രമമായിരുന്നുവെന്ന് ഇതുവരെ പ്രചാരണം നടത്തിയിട്ട് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് അത് ജാഗ്രതക്കുറവാണെന്നാണ് CPMന്റെ വിലയിരുത്തൽ. ഇത് ഒപ്പിട്ടത് വഴി ആരെയൊക്കെയാണ് പ്രതിരോധത്തിലാക്കിയത്? ഇടതുമുന്നണിയെ മൊത്തത്തിൽ പ്രതിരോധത്തിലാക്കി, അതുപോലെ തന്നെ പാർട്ടിയെയും പ്രതിരോധത്തിലാക്കി, പാർട്ടിയുടെ മറ്റ് SFI പോലെയുള്ള സംഘടനകളെ, DYFI എല്ലാവരെയും പ്രതിരോധത്തിലാക്കുകയായിരുന്നുവല്ലോ. കാരണം പ്രചാരണം മുഴുവൻ തെറ്റായിരുന്നു എന്ന രീതിയിലാണ് കാര്യങ്ങൾ വ്യാഖ്യാനിക്കപ്പെട്ടത്. അത് ശരിയുമാണ്. കാരണം അതിൽ നിന്ന് പിന്മാറുകയാണല്ലോ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചുകൊണ്ട്. അപ്പോൾ അതിൽ നിന്ന് സത്യം പറഞ്ഞാൽ രക്ഷപ്പെടുകയല്ലേ ഇപ്പോൾ ഇടതുമുന്നണി ചെയ്തിരിക്കുന്നു. ആ രക്ഷപ്പെടാൻ കാരണം CPIയുടെ എതിർപ്പുമാണല്ലോ. ആ രീതിയിൽ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? അങ്ങനെ ഒരു നരേറ്റീവ് കേരളത്തിലെ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. പക്ഷെ തെറ്റാണ്. ഇതിനെ പിന്തുണച്ചുകൊണ്ട് ആദ്യമായിട്ട് രംഗത്ത് വന്ന DYFI ആണ്. DYFIയുടെ സംസ്ഥാന നേതൃത്വം PM ശ്രീ പദ്ധതിയെ പിന്തുണയ്ക്കുന്നു, അതിൽ ഒപ്പിട്ടത് പിന്തുണയ്ക്കുന്നു പറഞ്ഞത് ആർജവത്തോടെ പറഞ്ഞത് DYFI അതിനകത്ത് ഇതുവരെ പിൻവലിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട ഗോവിന്ദൻ മാഷ് അതിനകത്തൊരു ജാഗ്രത കുറവുണ്ടായി എന്ന് പറഞ്ഞത് CPI ആയിട്ട് ആലോചിക്കാതെ കൊണ്ട് ഒപ്പിട്ടതിനെ കുറിച്ചാണ് പറഞ്ഞത്. അല്ലാതെ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതിനെ കുറിച്ച് ജാഗ്രത കുറവുണ്ടായി എന്നുള്ളതല്ലാണ്.
CPI എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് ആലോചിക്കുന്നതിൽ വീഴ്ച പറ്റിയെന്നാണ് അദ്ദേഹം സമ്മതിച്ചത്. അത് അത്രയേ ഉള്ളൂ. അല്ലാതെ കൊണ്ട് PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിൻവലിഞ്ഞതിനെ കുറിച്ച് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ മുഖ്യകക്ഷിയായ CPM ഇതുവരെ ഒരു സ്പ്ലിറ്റും ഉണ്ടായിട്ടില്ല, ഒരു ധാരണപ്പശവും ഉണ്ടായിട്ടില്ല. അല്ല, എനിക്ക് തോന്നുന്നത് അല്ലല്ല, CPM-ന് PM ശ്രീ പദ്ധതിയെ അനുകൂലിക്കുന്നതിനോട് താല്പര്യമില്ല. പക്ഷേ സർക്കാരിന്റെ നയം, അതുപോലെ തന്നെ ഫണ്ട് കിട്ടുക, കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് കിട്ടിയാലേ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ കഴിയുകയുള്ളൂ വിദ്യാഭ്യാസ വകുപ്പിൽ, അതുകൊണ്ട് അംഗീകരിക്കുന്നു എന്നാണ്. ഗോവിന്ദ മാഷ് തന്നെ ഒരു തവണ പറഞ്ഞിരുന്നു, ഈ ഇടത് നയം എല്ലാം നടപ്പാക്കുന്ന ഒന്നായിരിക്കില്ല ആ ഇടത് സർക്കാർ, അങ്ങനെ പറയാൻ പറ്റില്ല. EMS പോലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ എല്ലാം നടപ്പാക്കാൻ പറ്റുകയില്ല എന്ന്. അങ്ങനെ പറഞ്ഞുകൊണ്ട് മുൻകൂർ ജാമ്യം എടുത്ത ആളാണ് MV ഗോവിന്ദൻ. പിന്നെ അതിൽ മാറ്റം വരുത്തരുത്. അല്ല, അങ്ങനെയല്ല. അത് ഗോതമാഷ തെറ്റായി വായിക്കുന്നത്. കാരണം വെച്ചാൽ ഒരു ഫെഡറൽ സിസ്റ്റത്തിൽ ഒരു സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചുള്ള സ്വതന്ത്രമായി തീരുമാനമെടുക്കുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട്. നമ്മളൊരു സ്വതന്ത്ര രാജ്യമൊന്നുമില്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ പല പദ്ധതികളും നമുക്ക് ലഭിക്കുന്നതിന് ആവശ്യമായ രീതിയിൽ അവരുടെ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കാതെ അതിനെ സ്വീകരിക്കുന്നത് സ്വാഭാവികമായിട്ട് ഇടതുപക്ഷ നയങ്ങൾക്ക് വിരുദ്ധമായ, അല്ലെങ്കിൽ അതിൽ നിന്ന് മാറി എടുക്കേണ്ട തീരുമാനങ്ങൾ സംസ്ഥാന സർക്കാർ എടുക്കേണ്ട വരുമെന്ന് ഗോവിന്ദമാഷ് പറഞ്ഞ പോസിറ്റീവ് സെൻസിൽ അദ്ദേഹത്തിനെ വെറുതെ തെറ്റായി വായിക്കുകയും ദുർവ്യാഖ്യാനം ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. CPM-നെ സംബന്ധിച്ചോടെ CPM എടുക്കുന്ന എല്ലാ നിലപാടുകളിലും തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുന്ന, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു നരേഷൻ കേരളത്തിൽ ചില മാധ്യമങ്ങൾ പുറത്തു വിടുന്നുണ്ട്. അതിന്റെ തെറ്റായ ആവർത്തനമായത്. ഇപ്പൊ ഞാൻ തുറന്നു പറഞ്ഞല്ലോ, അതായത് PM ശ്രീ പദ്ധതിയിൽ നിന്നും സർക്കാർ പിന്മാറിയത് മനസ്സോടെയാണ്. അത് ഈ പറയുന്ന CPI-യുടെ സമ്മർദ്ദം കൊണ്ട് അവരോടുള്ള ഒരു ജനാധിപത്യ മുന്നണി, എന്താ പറയുക, ജനാധിപത്യത്തിന്റെ മര്യാദ വെച്ച് ഒരു ഐക്യമുന്നണിയിലെ ഘടകകക്ഷി എന്നുള്ളത് എനിക്ക് അത് ചെയ്തതുണ്ട്. പക്ഷെ ആ തീരുമാനം തെറ്റായിരുന്നു എന്നുള്ളതായിട്ട് ഒരു തർക്കമില്ല. ശരി, ശ്രീ റജി ലൂക്കോസ്, താങ്കൾ ദയവായി ടെലിഫോൺ ലൈനിൽ തുടരുക.